ആന്തരിക ശക്തിയുടെ തുറവി, മൗതത്തിലേക്കുള്ള യാത്ര. ഓരോ വ്യക്തിയും പ്രകടിപ്പിക്കാത്ത കഴിവും സാധ്യതയും സർക്കാത്മകതയും പുതുമയും നിറഞ്ഞതാണ്. അതവരെ മികച്ച കാര്യങ്ങൾ നേടാൻ സഹായിക്കും. ഈ ശക്തി പ്രകടിപ്പിക്കുന്നതിന് നാം നമ്മിൽ തന്നെ വിശ്വസിക്കുകയും നിരന്തരമായി പരിശ്രമിക്കുകയും വേണം. വിജയം ദൃശ്യവൽക്കരിക്കുന്നത് വെല്ലുവിളികളെ വളർച്ചയിലേക്കുള്ള അവസരങ്ങളായി കാണുന്നതിന് നമ്മുടെ മനസ്സിനെ പുനഃക്രമീകരിക്കുവാൻ സഹായിക്കും. പോസിറ്റീവ് മാനസികാവസ്ഥയോടെ നമ്മൾ കൂടുതൽ നല്ല അനുഭവങ്ങളെ ആകർഷിക്കുന്നു. പലരും ഭാഗ്യസ്രോതസ്സുകളിൽ നിന്ന് സാധൂകരണവും അംഗീകാരവും തേടുമ്പോൾ യഥാർത്ഥ ശാക്തീകരണം ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ സ്വയം കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്ക് സ്വയം സംശയത്തിൻ്റെ ചങ്ങലയിൽ നിന്നും വിടുതൽ നേടുവാനും നമ്മുടെ യഥാർത്ഥ മഹത്വം ഉൾക്കൊള്ളുവാനും കഴിയും. സുപ്രധാന നേട്ടങ്ങൾ പലപ്പോഴും ചെറുതും സ്ഥിരതയുള്ളതുമായ പ്രവർത്തനങ്ങളുടെ അടിത്തറയിലാണെന്ന് തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിസ്സാരമെന്ന് തോന്നുമ്പോഴും നടപടിയെടുക്കുവാനുള്ള ശക്തിയെ കുറച്ച് കാണരുത്. ഓരോ ചുവടും എത്ര ചെറുതാണെങ്കിലും മൊത്തത്തിലുള്ള യാത്രയ്ക്ക് സംഭാവന നൽകും. പുരോഗതിയുടെ പൊതുശത്രുവായ നീട്ടിവെക്കൽ നമ്മുടെ ഏറ്റവും നല്ല ഉദ്ദേശങ്ങളെ താളം തെറ്റിക്കും. ഈ തടസ്സം മറികടക്കാൻ നാം അടിയന്തരബോധം വളർത്തിയെടുക്കുകയും ഉടനടി നടപടിയെടുക്കുകയും വേണം. വലിയ ജോലികളെ ചെറുതും കൂടുതൽ കൈകാര്യം ചെയ്യാവുന്നതുമായ ഘട്ടങ്ങളായി വിഭജിക്കുന്നതിലൂടെ നമുക്ക് അമിതഭാരം കുറയ്ക്കുവാനും ആക്കം നിലനിർത്തുവാനും കഴിയും. മഹത്വത്തിലേക്കുള്ള യാത്ര എപ്പോഴും സുഗമമല്ല. വഴിയിൽ നമുക്ക് തിരിച്ചടികളും തടസ്സങ്ങളും ഉണ്ടാകും. എന്നിരുന്നാലും ഈ വെല്ലുവിളികളെ വളർച്ചയ്ക്കും പഠനത്തിനുമുള്ള അവസരങ്ങളായി കാണേണ്ടത് അത്യാവശ്യമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ സഹിച്ചു നിൽക്കുന്നതിലൂടെ നാം പ്രതിരോധന ശക്തി വികസിപ്പിക്കുകയും മുൻപത്തേതിനേക്കാൾ ശക്തരാകുകയും ചെയ്യുന്നു. അതിനാൽ നമുക്ക് നമ്മുടെ ആന്തരിക ശക്തി തുറന്നുവിട്ട് സ്വയം കണ്ടെത്തലിൻ്റെയും നേട്ടത്തിൻ്റെയും ഒരു യാത്ര ആരംഭിക്കാം. വിജയക്കൊടി പാറിക്കാം. ഈ വീഡിയോ ശ്രദ്ധിച്ചതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി.